SFI ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു സമര പോരാട്ടമുണ്ട്. നിരവധി സഖാക്കള് ജയിലിലായി. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു സമവായത്തിലെത്തുമ്പോൾ ഇത് വേറൊരു തരത്തിലൊരു ചർച്ചയിലേക്ക് വരികയാണ്. സർക്കാർ മുട്ടുമടക്കുന്ന ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ മാറും. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നല്ല. നിങ്ങൾക്ക് പിന്നെ സർവകലാശാല ഇങ്ങനെ കത്തിയരിഞ്ഞ് നിൽക്കണമെന്നായിരിക്കും താല്പര്യം. എന്തായാലും SFIക്കാര് വളരെ നല്ല പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ കാഴ്ചവെച്ചു. അത് അവര് ശരിയുടെ പക്ഷത്ത് തന്നെ നിന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമരം അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മികച്ച റാങ്കിങ്ങും എല്ലാം നേടിയിട്ടുള്ള സർവകലാശാലയാണ്. കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം. അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള നിലപാടുകൾ മനസ്സിലായി. ആ നിലപാടുകളിൽ ആർക്കാണ് തകരാറെന്നൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ജനസമൂഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനിയത്തെ ഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു വിശാല താല്പര്യത്തെ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ